അപ്പച്ച കഞ്ഞി കുടിച്ചേ. കഴിക്കേ. ഞാൻ കെട്ടിക്കോളാം. എനിക്ക് വേറെ ആരും ഇല്ലെന്ന് നിനക്കറിയാമോ. നീ എന്നെ നോക്കണം സാറേ. അത് എടീ, നിനക്കൊരു അപ്പം മാത്രമല്ലേ ഉള്ളൂ. നിനക്കും അപ്പനും സുഖമായി ജീവിക്കാനുള്ളത് ഞാൻ തരാം. സാറിനെ ഞാൻ എൻ്റെ അപ്പനെ പോലെ കണ്ടിരിക്കുന്നു. അത് സാരമില്ല, എന്റെ കെട്ടിയവരായിട്ട് കണ്ടാ മതി. സാറേ പ്ലീസ്. നീ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു. ഹലോ അപ്പാ, ഞാനിവിടുത്തെ ജോലി നിർത്തുക. നീ ജോലി നിർത്തിയ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അപ്പനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് എനിക്കറിയില്ലേ. അതല്ല അപ്പാ, അയാൾക്ക് എന്നെ കെട്ടണമെന്ന്. എന്നാൽ എൻ്റെ മോള് നിൽക്കണ്ട, ഇന്ന് പോരെ, നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം. എടീ കൊച്ചേ, നീ വന്നേ. ആ സഹിച്ചേട്ടനോ? ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട, അടുത്ത മാസം 25-നാ കല്യാണം. സജി വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യും, മനസ്സിലായോ? ഓ, മണവാട്ടിയുടെ നാണം കണ്ടില്ലേ? സാർ എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ പറ്റുകയല്ല. ഞാൻ ഈ ജോലി അങ്ങ് നിർത്തുക. ഷേ, അങ്ങനെ പറയല്ലേ. പിന്നെന്താ സഹിച്ചേട്ടാ, ഞാൻ സാറിനെ കല്യാണം കഴിക്കണോ? എന്റെ മോളെ, നിന്നെ ഞാൻ എൻ്റെ മോളായിട്ടാ കരുതിയിരിക്കുന്നത്. നിനക്ക് സജി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള കല്യാണക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാലും എന്റെ സാറേ, ചങ്ക് കത്തിപ്പോയി. നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി തരുന്നതല്ലേ, നിനക്കൊരു പണി തരണമെന്ന് ഞാൻ ഓർത്തതാ. സജിയെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എന്റെ മോള് പേടിച്ചു പോയോ? ശരിക്കും ഇങ്ങനെയൊന്നും ആരോടും ചെയ്യല്ലോ കേട്ടോ എന്റെ അപ്പ.